പുറത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ മസ്റ്റ് ആണ് ഗൈസ്. ഞാൻ ഈ ഡേംഡോക്കിന്റെ പർപ്പിൾ സൺസ്ക്രീൻ ആണ് ഗൈസ് ഉപയോഗിക്കുന്നത്. സൂപ്പർ സാധനം. ഇതാണ് നമുക്ക് അധികം മേക്കപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ഗ്ലോ ഒക്കെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് മേക്കപ്പിന്റെ ആവശ്യമില്ല ഗൈസ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെയാണ് വിയർ ചെയ്യുന്നത്, നമ്മുടെ ഹാൻഡ്സിലും നെക്കിലും അതുപോലെ തന്നെ എവിടെയൊക്കെ തേക്കാമോ അവിടെയൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ ടാനടിച്ച് പണ്ടാറ് സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്ത് കണ്ട ഗൈസ്. ഞാൻ പറഞ്ഞത് ഗ്ലോയുടെ കാര്യം. നിങ്ങൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസിൽ യൂസ് ചെയ്ത ശേഷം നിങ്ങൾ അത് ഉണങ്ങിയതിന് ശേഷമേ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാവുകയാണ്. എൻ്റെ സൺസ്ക്രീൻ സെറ്റ് ആയിട്ട് അടുത്താണ് യൂസ് ചെയ്തത് നമ്മുടെ ഫേസ് സ്റ്റാൻഡേർഡ് സ്ട്രോക്ക് ക്രീമാണ്. ഇത് കണ്ട ഗൈസ് ഞാൻ യൂസ് ചെയ്ത് നശിപ്പിച്ചു. അത്ര അടിപൊളിയായിട്ടാണ് ഗൈസ്. ഇത് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല അത്യാവശ്യം നല്ലൊരു ഗ്ലോ കിട്ടും. അതുകൊണ്ടാണ് സൺസ്ക്രീൻ ഇടുന്നത് കൂടുതൽ. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യേണ്ടത് ആ ഒരു ഡാംഡോക്കിന്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ അതിനകത്ത് സ്ട്രോക്ക് ക്രീം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇട്ടുണ്ടാവും. ആ ഒരു ഗ്ലോ കണ്ടോ ഗൈസ് നിങ്ങൾ. പെർഫെക്റ്റ്. ഇനി നമുക്ക് കണ്ണെഴുതാം. എനിക്ക് ഫോണിൽ നോക്കി കണ്ണെഴുതാൻ അത്ര ആവശ്യമില്ല. അപ്പോൾ ഞാൻ കണ്ണാടി നോക്കിയിട്ട് എഴുതാം. അപ്പോൾ കണ്ണ് കേൾക്കുമ്പോൾ എനിക്ക് എപ്പോൾ കണ്ണെഴുതാം അത്യാവശ്യം ചെറിയൊരു വിങ്സ് എങ്കിലും ഇടാം. ഇനി നമുക്ക് മസ്കാര ഇടാം. ഇത് അപ്പോൾ നമ്മൾ മസ്കാര ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മൾ പെൺകുട്ടികൾക്ക് എന്തൊക്കെ അവോയ്ഡ് ചെയ്താലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ലിപ്സ്റ്റിക്. കൂടെ ലിപ് ലൈനർ. ഇത് നിർബന്ധമില്ല, പക്ഷേ ഇത് എല്ലാവർക്കും നിർബന്ധം അല്ലേ. കണ്ടോ അടിപൊളി ഷെയ്ഡാണ്. ചെറുതായിട്ട് ഇതിൻ്റെ കൂടുതൽ ലിപ് ലൈനും കൂടെ ചെയ്തിട്ടുണ്ട്. അത്ര എടുത്ത് നിൽക്കുന്നില്ല, ലൈറ്റ് ആട്ടം ചെയ്തിട്ടുള്ളൂ ആ ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഡാസ്ലറിന്റെ സ്മൂത്തി ലിപ് ഗ്ലോസ് ആണ്. അടിപൊളിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. പക്ഷേ ഞാൻ യൂസ് ചെയ്യാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് കാണിച്ചു തരാം. കുറച്ച് അങ്ങോട്ട് എടുത്ത് വാങ്ങി. മേക്കപ്പ് നമ്മൾ ആക്സറീസ് ഒക്കെ വേറെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായ ഹെയറിലേക്ക് കിടക്കുന്നത്. ഞാൻ സ്മൂത്ത് ചെയ്തതിന് ശേഷം ഞാൻ പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈൽ നിൽക്കാറില്ല. ഞാൻ കൂടുതൽ ഒരാഴ്ചയിലാണ്. അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈലിന് ശേഷം കാണാം. ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ ഔട്ട്ഫിറ്റും അതുപോലെ എൻ്റെ മേക്കപ്പും എന്നെ കാണാൻ ഫുള്ളായിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇപ്പോൾ എങ്ങോട്ട് പോകുന്നതായിരിക്കും ചോദിച്ചിട്ടുണ്ടല്ലേ. ഞാനിപ്പോൾ നിലവിലുള്ളത് നമ്മുടെ ആലപ്പുഴ ബീച്ച് റിസോർട്ടിലാണ് ഉള്ളത്. ദേവാശ് എന്ന റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇന്നലെ വന്നാണ്. രാവിലെ തന്നെ കടലിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം, കുറച്ച് റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിൽ വരുന്നതിന് മുന്നേ ഇറങ്ങാൻ വിചാരിച്ചു. ഇപ്പോൾ സമയം 7 മണി ആയെങ്കിലും പോയിട്ട് ഗൈസ്. ബൈ.